ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. സാർ ഈ കേസിൽ നിന്ന് പിന്മാറണം. ഞാൻ വേറെ ഏതെങ്കിലും വക്കീലിനെ കേസ് ഏൽപ്പിച്ചോളാം. സാറിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് അത്ര ശരിയല്ല. ഏതവസ്ഥ? വേണുക്കുട്ടൻ സാർ പറ, ഏതവസ്ഥ? 22-ാം തീയതി അടുത്ത ഹിയറിങ്. ഇത്തരം നിസ്സാര കാര്യങ്ങളുടെ ഇടയിൽ അത് മറക്കണ്ട. ഗുഡ് മോർണിംഗ് സർ. ഐ എം ആനന്ദ് ചന്ദ്രശേഖർ, KT ചന്ദ്രശേഖരൻ്റെ മകൻ. ഇരിക്കെ. താങ്ക് യു. ഞാനെന്നാ സാർ ഇരിക്കെ. അച്ഛനും സാറും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലേ? ഞാൻ ഈടെയാണ് അറിഞ്ഞത്. ക്ലാസ്മേറ്റ്സ് അല്ല, കോളേജ് മേറ്റ്സ്. എൻ്റെ 2 വർഷം ജൂനിയർ ആയിരുന്നു അദ്ദേഹം. ഞാനിപ്പോൾ വന്നെന്തിനാണെന്ന് സാറ് മനസ്സിലാക്കണമല്ലോ. ഇല്ല. അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഹീസ് ഓൺ ട്രീറ്റ്മെൻറ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ട്രബിൾ ചെയ്യരുത്. ആനന്ദിൻ്റെ അച്ഛനെ ഈ കേസിൽപ്പെടുത്തിയിരിക്കുന്നത് ഞാനല്ല, ഈ രാജ്യത്തെ നിയമമാണ്. സർ, ഞാനും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. സാറ് വിചാരിച്ചാൽ അച്ഛൻ്റെ കേസിൽ ഉണ്ടാവില്ല എന്നെനിക്ക് നന്നായി അറിയാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരു ബിസിനസ് ഡീൽ പോലെ ഇത് സംസാരിക്കാനല്ല, ഒന്നും അങ്ങോട്ട് ഓഫർ ചെയ്യാനുമല്ല. പ്ലീസ് ലീവ് മൈ ഫാദർ ലോൺ. ആര്യ കേസുമായി അച്ഛൻ ഇനിയൊരു ബന്ധമുണ്ടാവരുത്. ഞാനീ പറഞ്ഞത് ഒരു പ്ലീഡോ റിക്വസ്റ്റോ, ഇനി അതുമല്ലെങ്കിൽ ത്രട്ടോ ആയി നിങ്ങൾക്ക് എടുക്കാം. ഫിലിപ്പേ, ഇന്ന് വൈകുന്നേരം ആ തിരുമുകാരൻ വരും. അതിനാവശ്യമായ മരുന്നുകളൊക്കെ വാങ്ങിച്ചേക്കണം. അതിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് ചെന്നിനായകത്തിന്റെ ഇല കൂടെ മേടിക്കാം. നടുവേദനയ്ക്ക് നല്ല ബെസ്റ്റാ. ആനന്ദ് എന്താ പറഞ്ഞു എന്ന്? പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് മിസ്റ്റർ വേണുക്കുട്ടൻ നായർ, ആര്യയുടെ ഗ്രാൻഡ് ഫാദർ. ആനന്ദ് ഇപ്പൊ പറഞ്ഞ പ്ലീഡ് റിക്വസ്റ്റ് ത്രെറ്റ്, ഇന്നലെ എൻ്റെ വീടിന് കല്ലെറിഞ്ഞത് ഇതിലേതിപ്പെടും? അജയ് ഉറങ്ങിയിട്ടില്ല. ഡോക്ടർ ഹേമ വിളിച്ചിരുന്നു. ബാക്കിയുണ്ടായിരുന്ന റിപ്പോർട്ട്സൊക്കെ കിട്ടി. ഇനിയധികം താമസിപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അജയോട് ഇന്ന് തന്നെ സംസാരിക്കണം. അപ്പയ്ക്കെന്താ അസുഖം അറിയില്ല, പക്ഷെ കണ്ടിട്ട് ഹീസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. അപ്പ ഇതുവരെ സംസാരിച്ചിട്ടില്ലേ നിങ്ങൾ തമ്മിൽ? സോറി, ഇപ്പൊ ഒന്ന് സംസാരിക്കാവോ? വിൽ ടോക്ക് ലേറ്റർ. എന്നുവരെ ഹോളിഡേസ്? കുറച്ച് ദിവസം കൂടെ ഉണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഐ എം അറ്റ് കൊച്ചിൻ, ഈ വീട്ടിൽ. അതല്ല, ഐ മീൻ ഏത് കോഴ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്? ഫ്യൂസ് പോയതായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. അപ്പയ്ക്ക് ഒരുതരം ബ്ലഡ് ക്യാൻസറാണ്. അല്പം അഡ്വാൻസ് സ്റ്റേജാണ്. കീമോതെറാപ്പി അടക്കമുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു. ഇനിയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനാണ്. ഈ മജ്ജ മാറ്റിവെക്കുന്ന ട്രീറ്റ്മെൻറ്റ്, അത് വിജയിച്ച രോഗം തന്നെ മാറിയേക്കാം. അതിനൊരു ഡോണറെ വേണം. പലരുടെയും ട്രൈ ചെയ്തു, എൻ്റെ. പക്ഷേ അതൊന്നും ചേരുന്നില്ല. ഒരു മകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത് അതൊന്ന് ട്രൈ ചെയ്യാൻ. അജയുടെ ബോൺ മാരോ മാച്ച് ചെയ്താൽ നമുക്ക്
ഐ മീൻ അജയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അപ്പയുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം. അമ്മ ആ അജയ്, ഷീസ് ഇൻ ദ കിച്ചൺ. ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. അത് പക്ഷെ മറ്റേതൊരാൾക്കും ആ അസുഖം വന്നെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം മാത്രം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബോൺ മാരോ തരാം, ഓൺ വൺ കണ്ടീഷൻ. അതിൻ്റെ കൂലിയായി നിങ്ങൾ എനിക്ക് 2 ലക്ഷം രൂപ തരണം. അതിന് റെഡിയാണെങ്കിൽ നാളെ തന്നെ ബോൺ മാരോ ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. നോ അജയ്, യു ആർ നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. ആരോടുള്ള വാശി തീർക്കാനാണ് നീ ഇത് ചെയ്യുന്നത്? എന്നോടോ? അജയ്, യു ലിസൺ ടു മീ. ഡൊണേറ്റിംഗ് യുവർ ബോൺ മാരോ ഇസ് നോട്ട് എ ജോക്ക്. അയാൾ ചോദിച്ച ഉടനെ നീ അങ്ങ് സമ്മതിച്ചു അല്ലേ? ഹൗ ഡെയർ യു? ഹലോ ഹലോ, Any problem, madam? നോ.